10th മാത്സിലെ ജോമെട്രി ആൻഡ് ആൽജിബ്ര എന്ന 11ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ നോക്കുന്നത്. അതിലെ പേജ് നമ്പർ 239 ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. പേജ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ഒരു ലൈൻ തന്നിട്ടുണ്ട്, എ ബി എന്ന് പറയുന്ന ഒരു ലൈന്. അതിൻ്റെ രണ്ടറ്റങ്ങളിലുള്ള എൻഡ് പോയിന്റിലുള്ള കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി, അതായത് ക്വസ്റ്റ്യൻ നിങ്ങളോട് ആദ്യം 3, 2, 8, 7 അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 3, 2 കൊടുക്കുക, ഇവിടെ 8, 7. ഇനി ഇതിനെ താഴെ പറഞ്ഞ അംശബന്ധത്തിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ 2 സബ് ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തേതിൽ എ പി റേഷ്യോ പി ബി ∗2:3 എന്നാണ് തന്നിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു പോയിന്റ് വരികയാണെങ്കിൽ ഇവിടെ പി, അതായത് ഇതിനെ 2:3 എന്ന ഈ ലൈനിൻ്റെ രണ്ടറ്റങ്ങളിലെ പോയിന്റ് തന്നിട്ടുണ്ട്. ഇതിനെ 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ ഇതിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഭാഗത്തെ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന കോർഡിനേറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചോദ്യം കാണുമ്പോൾ തന്നെ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്ത് പോവായിരിക്കും. പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇതൊന്ന് കേട്ടു നോക്കും. ഇതൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ആൻസർ വേറെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ക്വസ്റ്റ്യനിൽ 2 കോർഡിനേറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും x1ഉം y1ഉം ആയിട്ടും രണ്ടാമത് തന്നെ x2ഉം y2 ആയിട്ട് എടുക്കുക. ഇനി 3, 2 അല്ലേ. അപ്പോൾ അത് x1 ആണ്. അപ്പോൾ ഇതിൻ്റെ x കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഈ ഭാഗത്ത് x കോർഡിനേറ്റ് കാണാൻ ഇതിൽ x1 എടുക്കുക കേട്ടോ. അപ്പോൾ x1 ഇവിടെ എന്താ വരിക, 3 വരും. അപ്പോൾ 3 പ്ലസ് ഇവിടുത്തെ റേഷ്യോ ഈ എ പി എന്ന് പറയുന്ന റേഷ്യോ ഇവിടെ എത്രയാണ്, 2 ആണല്ലേ. 2 കൊടുക്കാം. ഈ മൊത്തം റേഷ്യോ രണ്ടും പാടെ കൂട്ടിയിട്ട് നമുക്ക് എത്ര വരും, 3 + 2 നമുക്ക് എന്ത് വരും, 5. അടിയിൽ താഴെ 5 കൊടുക്കാം. ഇൻറ്റു x2 എടുക്കുക. x2 ഇവിടെ 8, അതായത് എക്സ് കോർഡിനേറ്റിൻ്റെ ചേഞ്ചാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റിൻ്റെ ചേഞ്ച് ഓഫ് എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ 8 മൈനസ് എന്തായിരിക്കും, 3 അല്ലേ. അപ്പോൾ x2 മൈനസ് x1 ആണ്. അപ്പോൾ 8 - 3. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കിതിനെ ഒന്നുകൂടെ മാറ്റി എഴുതുമ്പോൾ 3 + 2/5 8 - 3 എന്ന് പറയുമ്പോൾ 5 അല്ലേ, ഇൻറ്റു 5. അവിടെ താഴെയും മുകളിലും 5 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ ക്യാൻസലാക്കാൻ പറ്റും. പിന്നെ ബാക്കി എന്താ, 3 + 2 5. അപ്പോൾ ഈ ഒരു ഇത് 3 + 2 അവിടെ 3 കിട്ടിയിട്ടു. ഈ 5ഉം 5ഉം ക്യാൻസലായി. ബാക്കി ആരെ തന്നെ 3 + 2 5. അപ്പോൾ നമുക്കിതാ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടി. പി എന്ന ഭാഗത്ത് എക്സ് കോർഡിനേറ്റ് എത്ര വരിക, 5. ഇതിൻ്റെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഇതുപോലെ തന്നെ ചെയ്യാം. അതായത് നമ്മൾ x1 ആണ് ഇതല്ലേ. അപ്പോൾ y1 എടുക്കുക. 2 പ്ലസ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ ഈ ഭാഗത്തത് 2 ആണ്. 2 മൊത്തത്തിൽ 5 ആണ്. പിന്നെ y2 7 -2. അപ്പോൾ നമുക്ക് 2 + 2/5. അതുപോലെ തന്നെ 7 - 2 എന്ന് പറയുമ്പോൾ ഇൻറ്റു 5. 5ഉം 5ഉം ക്യാൻസലായി. 2 + 2 4 അല്ലേ. 2 + 2 = 4. അപ്പോൾ അതിൻ്റെ y കോർഡിനേറ്റ് എത്ര കിട്ടും, 4 5 4. അപ്പോൾ നമ്മൾ ഇതിനെ ഈ 2:3 എന്ന് പറഞ്ഞ ഈ എ ബി എന്ന ലൈനെ 2:3 എന്ന് പറയുന്ന പോയിന്റിൽ ഡിവൈഡ് ചെയ്യണ കട്ട് ചെയ്യുന്ന ഇതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5 4. 5 4.
അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻസിലൂടെ ചോദിക്കുക കേട്ടോ, അപ്പോൾ പറയാം. അപ്പോൾ അതിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് AQ QB 3:2. AQ QB 3:2 ആണ് അല്ലേ, 3:2. അതായത് എ ഇവിടെ അതേപോലെ തന്നെ എ എന്നും ബി എന്നും പറയണ രണ്ട് എൻഡ് പോയിന്റുകളുണ്ട്. അതിൽ കോർഡിനേറ്റ് ഇത് തന്നെ വരാം 3, 2, 8, 7. അപ്പോൾ ഇവിടെ 3, 2, 8, 7. ഇനി ഇതിനെ ക്യൂ എന്ന് പറഞ്ഞ ഇതിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യൂ. ഇനി നമ്മുടെ AQ QB ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ ചെയ്യാം. ഇവിടെ റേഷ്യോയിൽ ചെറിയ ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ x1, അപ്പോൾ 3 പ്ലസ് ഇവിടുത്തെ റേഷ്യോ 3 ആണല്ലേ, 3:2 എന്നല്ലേ. അപ്പോൾ 3 രണ്ടും അതായത് 3 + 2 5. ഇനി ഇതിൻ്റെ x2 മൈനസ് എന്താണ് x1 8 - 3. അപ്പോൾ ഒന്നും കൂടി 8 - 3 വരും. ഇനി നമുക്ക് 3 + 3/5 8 - 3 എന്ന് പറയുമ്പോൾ 5 അല്ല, ഇൻറ്റു 5. 5 5 ക്യാൻസലായി പോകും. 3 + 3 ഇവിടെ എത്ര വരും? 3 + 3 6 അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എത്ര വരിക? ഇവിടെ 6. അതായത് എക്സ് കോർഡിനേറ്റ്, ഈ ഭാഗത്ത് എക്സ് കോർഡിനേറ്റ് എത്രയെന്ന് കിട്ടും? 6 എന്ന് കിട്ടും. ഇനി നമുക്ക് y കണ്ടുപിടിക്കണം. ഇതേപോലെ y കണ്ടുപിടിക്കാം. y, അപ്പോൾ ഇതിൻ്റെ y എന്താണ്? y1 2 പ്ലസ് ഇത് 3. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 3 + 2 5. പിന്നെ y2 - y1 ആണ്. y കോർഡിനേറ്റ് കാണാൻ എന്ത് ഇവിടെ എടുക്കേണ്ടത്? y2 - y1. അപ്പോൾ y2 7 y2 7 y1 2 7 - 2. അപ്പോൾ 2 + 3/5 7 - 2 എന്ന് പറയുമ്പോൾ 7 2 പോയാൽ 5. 5 5 വന്നു, ക്യാൻസലായി. 3 + 2 3 + 2 5 അല്ലേ. 2 + 3 = 5. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് y കോർഡിനേറ്റ് എന്താ വരിക? 5 6 5. അപ്പോൾ നമുക്ക് ക്യൂ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ AB എന്ന വരയെ 3:2 എന്ന ഈ അംശ ബന്ധത്തിൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എത്രയായിരിക്കും? അതിലെ കോർഡിനേറ്റ് 6 5. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഭാഗത്തെ കോർഡിനേറ്റ് കിട്ടിയ 6 5 കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഒരു ലൈൻ തന്നിട്ടുണ്ട്, ഈക്വലായിട്ട് 3 ആ ലൈനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഭാഗങ്ങളിലുള്ള കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ലൈന് അതിൻ്റെ 2 അറ്റങ്ങളിലുള്ള കോർഡിനേറ്റ് സൂചക സംഖ്യ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ AB എന്ന് പറയുന്ന ലൈനിൻ്റെ എത്ര ഭാഗമാണ് ഈ AB എന്ന് പറയുന്നത്? 1/3 ഭാഗമാണ് അല്ലേ. 1/3. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടുത്തെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 1, അതായത് x1 ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. അപ്പോൾ നമ്മൾ ഇത് x1 ആക്കി എടുക്കുകയാണ്. 1 പ്ലസ് ഇതിൽ മൊത്തം ഇവിടെ 1 ആണ്. 1 ഇത് 3 പാടെ കൂട്ടിയാൽ റേഷ്യോ 3. അതായത് 1 2 3 ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ട് അല്ലേ. അപ്പോൾ 1/3 x2 5 മൈനസ് x1 1 5 മൈനസ് 1. അപ്പോൾ 1 പ്ലസ് 1/3 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5 4 പോയ ബാക്കി 5 1 പോയ ബാക്കി 4. ഇവിടെ ഇങ്ങനെയാണ് 1/3 ഇൻറ്റു 4 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതായിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 × 4 4/3 എന്ന് വരും. ഈ ഒരു ഭാഗം എന്തായിട്ട് മാറും? 4/3. 1 പ്ലസ് അതുപോലെ ഉണ്ടാവും. 1 × 4 4
4/3. ഇങ്ങനെ വന്നാൽ അതായത് 1 + 4/3. ഇതിന് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിനോമിനേറ്റർ ഈക്വലാക്കി കൊടുക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ താഴെയും മുകളിലും, അതായത് ഈ 1നെ 3 കൊണ്ട്, അതായത് ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇതിന് നമ്മൾ ഇൻറ്റു ചെയ്യണം അല്ലേ? 1 × 3, അതായത് ഇതിൻ്റെ താഴേക്ക് വരണം 3 + 4/3. 1 × 3 3 3/3 പ്ലസ് എന്താണ് 4/3. ഡിനോമിനേറ്റർ ഈക്വലാക്കാൻ എല്ലാവർക്കും അറിയണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ അതൊക്കെ പഠിക്കണമല്ലോ. 4 + 3 7 7/3. അപ്പോൾ ഈ ഭാഗത്തെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് 7/3. അപ്പോൾ 7/3. ഇനി അടുത്തത് കണ്ടുപിടിക്കണം, വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം നമുക്ക് അല്ലേ? അപ്പോൾ വൈ കോർഡിനേറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇത് y1. അപ്പോൾ നമ്മൾ 6 പ്ലസ് ഇത് 1 തന്നെ 1/3. ഇതിൻ്റെ y2 2 2 -6 y2 ഇത് y1 അല്ലേ? y2 - y1. അപ്പോൾ 6 + 1/3 × 6. 2 - 6 പറയുമ്പോൾ 6ൽ നിന്ന് 2 കുറച്ചാൽ 4. അപ്പോൾ വലിയ സംഖ്യയുടെ സൈന് മൈനസ് ആണ്. അപ്പോൾ അതിൽ ആൻസറിൽ എന്ത് കൊടുക്കണം? മൈനസ്. അപ്പോൾ -4. ഇനി ഇതിനെ ഇതിനെ മാത്രം എടുക്കുക. ഇത് 6 പ്ലസ് ആണ്. 1 × -4 ആണ് കേട്ടോ. അതിൽ 6 + 1/1 × -4 വരും അല്ലേ? -4. അതായത് 6 - 4/3. ഇവിടെ 3 വന്നാൽ ഇതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കുറക്കാനോ അതിന് പ്ലസ് ആക്കാനോ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 6 എന്ന് പറഞ്ഞ സംഖ്യ 6/1 എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് 6നെ അതിൻ്റെ ഡിനോമിനേറ്ററിലും എന്ത് വരണം? 3 വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായത് ഇതിനെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6 × 3/3 4/3. ഇനി 6 × 3 6 3 18/3 -4/3. 18ൽ നിന്ന് 4 പോയാൽ ബാക്കി 14/3. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് ഏതൊക്കെയാണ് വരിക? 1 എക്സ് കോർഡിനേറ്റ് 7/3 അല്ലേ? 7/3 14/3 എന്നുള്ള 2 കോർഡിനേറ്റ് കിട്ടും. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കിട്ടും. അപ്പോൾ ഇവിടെ 14 ഇതിൻ്റെ എക്സ് എഴുതി നമ്മൾ വൈ എഴുതി കൊടുക്കാം. 14/3. ഇനി അടുത്തത് ഈ പോയിന്റിൽ പിയിൽ കണ്ടുപിടിച്ചതിന് ക്യൂ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ക്യൂ കാണാൻ വേണ്ടിയിട്ട് ക്യൂ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ക്യൂവിൻ്റെ പിയുടെ കോർഡിനേറ്റാണ് ഇപ്പോൾ നമ്മൾ എഴുതി വെച്ചത് കേട്ടോ. ഇനി ക്യൂ കണ്ടുപിടിക്കാൻ ഇതുപോലെ തന്നെ ഇത് ഈ ലൈനിലെ ഇനി ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ എ ക്യൂ എന്ന് പറയുന്നത് എ ബിയുടെ എത്ര പാർട്ടാണ്? 2 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്താ വരിക? 2/3 എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ക്യൂ എന്നുള്ള ഭാഗത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് എത്ര കിട്ടുക? 2/3 ആണ്. അപ്പോൾ 2 ആദ്യം നമുക്ക് ഇതിൻ്റെ x1 എടുക്കാം അല്ലേ? x1 1 പ്ലസ് അതായത് ഇതിൻ്റെ മൊത്തം നീളം 3 ആണ്. ഇതിൻ്റെ എ ക്യൂ എന്ന് പറയുന്ന ഭാഗം എത്ര വരിക? 2 വരും. അപ്പോൾ 2/3. അപ്പോൾ 2/3 എന്ന് കൊടുക്കണം. 2
2/3 x1 x2 എത്ര x2 5 മൈനസ് x1 1. അപ്പോൾ 1 + 2/3 5 - 1 4 അല്ലേ ഇൻറ്റു 4. പിന്നെ ഇത് തമ്മിൽ ഗുണിക്കുക, ഇത് 2 × 4 കേട്ടോ. 1 + അതുപോലെ എഴുതാം 2 × 4 8 പിന്നെ 3 അതുപോലെ എഴുതി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതിനെ ഡിനോമിനേറ്റർ ഈക്വലാക്കി കൊടുക്കൂല്ലേ. അപ്പം എന്താ ചെയ്യുക, 1 × 3/3 + 8/3 അതുപോലെ എഴുതി കൊടുക്കുക. അപ്പോൾ 1 × 3 ആണ്. 3/3 + 8/3 എത്ര കിട്ടും 11 8 3 11/3. അപ്പോൾ നമുക്ക് അതിലെ ക്യൂവിൻ്റെ ഒരു എക്സ് കോർഡിനേറ്റ് കിട്ടി 11/3. നമുക്കതിൻ്റെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം ഇതുപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ വൈ എന്ന് പറയുന്നത് ഞാനിവിടെ മുകളിലായ കാരണമാണ് കേട്ടോ. അതായത് ഇങ്ങനെ നീക്കി വരല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ y2 എന്ന് പറയുന്നത് 6 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊന്ന് നോക്കാം കേട്ടോ. 6 y2 എന്ന് പറയുന്നത് 6 + എത്രയാണ് 1 അല്ല ഇതിൻ്റെ റേഷ്യോ 2 ആണ് അല്ലേ, 2/3 എന്നെ എടുക്കാം. പിന്നെ y2 - y1 ആണ്. y2 2 ആണ്, 2 - 6. അപ്പോൾ 6 നമ്മൾ അതുപോലെ എഴുതി. 6 + 2/3 6 - 2 എന്ന് പറയുമ്പോൾ -4 അല്ലേ ഇൻറ്റു -4. നമുക്ക് ഇതിനെ 6 + അതുപോലെ തന്നെ 4 ഇൻറ്റു -4 × 2 -8/3. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ എന്ത് വരണം, /3 വരണം. അപ്പോൾ ഇവിടെ 3 എഴുതിയാൽ ഈ 3 കൊണ്ട് ഈ നമ്പറിന് മുകളിലുള്ള നമ്പറിന് നമ്മൾ അതിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 6 × 3/3 -8/3. അപ്പോൾ 6 × 3 6 3 18/3 8/3. അപ്പോൾ 18 - 8 10 10/3. അപ്പോൾ 2 എക്സ് കോർഡിനേറ്റ് കിട്ടി, വൈ കോർഡിനേറ്റ് കിട്ടി. 11/3 10/3. അപ്പം നമുക്ക് ക്യൂ എന്ന് പറയുന്ന അതിൻ്റെ കോർഡിനേറ്റും കണ്ടുപിടിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.